Hi friends, welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ടിഷ്യൂ പേപ്പർ വെച്ചൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ്. നമ്മൾ ക്രിസ്മസ് ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ പകരം നമുക്ക് ന്യൂസ് പേപ്പർ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ അതിൽ കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ക്രിസ്മസ് ബോൾസ് ആണ്. നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇല്ലേ, അതാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ 3 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു ബോളിന് 3 ടിഷ്യൂ പേപ്പറോളം മതിയാവും. പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം തന്നെ മതി, അധികം വേണ്ട. അത്യാവശ്യം ഒരു പരന്ന പാത്രത്തിൽ എടുത്താൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ബോൾ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഫുള്ളായിട്ട് ഒന്ന് നിവർത്തുകയാണ്. എന്നിട്ട് നമ്മൾ സാധാരണ വേസ്റ്റ് ബോക്സ് ഒക്കെ ഇടാനായിട്ട് നമ്മൾ ചുരുട്ടി കൂട്ടില്ല, അതുപോലെ ഒന്ന് ചുരുട്ടി കൂട്ടുക, അതുപോലെ ഉണ്ടല്ലോ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബോളൊക്കെ ഇതിലൊക്കെ വന്നാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഒന്ന് എക്സാക്റ്റുള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിനൊരു ബോൾ ഷേപ്പിൽ നമുക്കൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത കോട്ടിങ് കൊടുക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പറിന് ഫുള്ളായിട്ട് നിവർത്തേണ്ട ആവശ്യമില്ല, അത്യാവശ്യം തിക്നെസ്സിൽ വേണം. അപ്പോൾ ഒരൊറ്റ വട്ടം നിവർത്തിയതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ബോളും വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ കൈ ഡിപ്പ് ചെയ്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോൾ ഡിപ്പ് ചെയ്തിട്ട് ബോൾ ഷേപ്പിൽ തന്നെ അതിനൊന്ന് എക്സാക്റ്റുള്ള വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഈ ലാസ്റ്റ് കോട്ട് കൊടുക്കാം നമുക്ക്. ലാസ്റ്റ് കോട്ട് കൊടുക്കുമ്പോൾ ഈ പേപ്പർ ഫുള്ളായിട്ട് വേണ്ട, അതിനെ ഒന്ന് ജസ്റ്റ് നിവർത്തിയിട്ട് നടു ഒന്ന് കീറിയെടുക്കുക. എന്നിട്ട് അതിലത്തെ തിന്നായിട്ടുള്ള ലെയർ ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഇങ്ങനെ ഒരു അത്യാവശ്യം ഒരു ക്ലിയർ ചെയ്ത് എല്ലാ സൈഡ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് കുറച്ച് വെള്ളം എടുത്താൽ ഇതുപോലെ ആ സൈഡ്സൊക്കെ ഒന്ന് ആ ബോളിൻ്റെ ആ ഒരു ഷേപ്പിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ ബോൾ എടുക്കില്ലേ, ഇങ്ങനെ ചപ്പാത്തി കുഴയ്ക്കാനായിട്ടൊക്കെ ചെറിയ ബോൾസ് ആക്കില്ലേ, അതുപോലെ ഇതിനെ അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് അതിനെ ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ബോൾസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നോർമലായി കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ട് വരാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ബോൾസായിട്ടുള്ള ഹാങ്ങിങ്സ് സെറ്റാക്കാം. അപ്പോൾ ഞാനിപ്പോൾ വൂളൻ ത്രെഡ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഈ ഒരു കൈയിൻ്റെ ഈ ഒരു അളവിൽ അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യത്തിന് ലെങ്ത് എടുത്താൽ മതി, കുറച്ച് മതി കേട്ടോ. കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വേസ്റ്റ് പീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫോം ഷീറ്റില്ലേ, ഇത് ഫോം ഷീറ്റ് ചെറിയ ചെറിയ പീസൊക്കെ കട്ട് ചെയ്തതിനൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറോ എന്താ വെച്ചാൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വേഗം ഒന്ന് സ്റ്റിക്ക് ആവാനായിട്ടാണ് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ആ ത്രെഡ് ഇതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര തിക്നെസ് വേണ്ട അത്ര ഇതിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഞാനിപ്പോൾ റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള ഭാഗം ഇതാ കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് നമുക്ക് അവിടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ കുറച്ചധികം ചെയ്ത് വെക്കുക. നമ്മുടെ ബോൾസ് എത്ര അത്രയ്ക്ക് തന്നെ ഈ ഹാങ്ങിങ്സും സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബോൾസ് 2 കളറാണ് ചെയ്യുന്നത്, നമ്മുടെ റെഡും അതുപോലെ തന്നെ ബ്ലൂവും. അപ്പോൾ 2 കളേഴ്സിലുള്ള ഞാൻ അത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന്. നമുക്ക് ഫോം ഷീറ്റിന് പകരം ന്യൂസ് പേപ്പർ എടുക്കാം. കളർ ചെയ്ത് കൊടുത്താൽ മതി, ഇത് റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോൾസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 6 ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഹാങ്ങിങ്സിനൊക്കെ നമ്മുടെ ഈ ഒരു ബോളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ തന്നെ ഹാങ്ങിങ്സ് വെച്ച് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളർ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒരു ഹോൾഡർ വേണമല്ലോ നമുക്ക് പിടിച്ച് ചെയ്യാനായിട്ട്. ബോൾ അതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ പെയിൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഹാങ്ങിങ്സിൽ പിടിച്ചിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഹാങ്ങിങ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കളർ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ റെഡും ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ക്രിസ്മസ് അല്ല, അപ്പോൾ ഈ 2 കളേഴ്സ് തന്നെ ആയിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവാം. പിന്നെ ഞാനിപ്പോൾ ഇതാ അടിച്ചു കൊടുക്കുന്നുണ്ട്, ഓരോ ബോൾസിലായിട്ട് കളേഴ്സ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികമായിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്തതിൻ്റെ ആവശ്യമില്ല, കാരണം പെട്ടെന്ന് തന്നെ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ കുറച്ച് കളർ അടിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 2 കളേഴ്സും അടിച്ചിട്ട് ബോൾസ് നന്നായിട്ട് ഡ്രൈ ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോൾസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പണിയിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോളിൽ ഇതാ ഫെവിക്കോൾ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗമ്മ ഫുള്ളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഗ്ലിറ്റർ പൗഡർ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ക്രിസ്മസ് ബോൾസിൻ്റെ കറക്റ്റ് ലുക്ക് കിട്ടും കേട്ടോ. ഇനി ബാക്കിയുള്ള ഗ്ലിറ്ററൊക്കെ ഇതുപോലെ തട്ടി കളയാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഗ്ലിറ്റർ പൗഡർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കളർ അടിച്ചാൽ മാത്രം മതിയാവും. പക്ഷേ അതുണ്ടെങ്കിൽ വെച്ചാൽ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ട് ആ ലുക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ.
അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോൾസ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇപ്പോൾ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് ഇതാ തിളങ്ങുന്നതിനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പകരം ന്യൂസ് പേപ്പർ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ന്യൂസ് പേപ്പർ ആകുമ്പോൾ കുറച്ച് ഫെവിക്കോളും കൂടി അപ്ലൈ ചെയ്തിട്ട് വേണം അതൊന്ന് റോൾ ചെയ്യാൻ, കാരണം അത് ഒട്ടനടി ഇത്തിരി പാടായിരിക്കും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്ത പിക്സൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി സെൻഡ് ചെയ്ത് തരാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അല്ലാതെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ക്രിയേറ്റീവ് ആണ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.